ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ബനാന കേക്കാണ്. അതൊരു നല്ല റിച്ച് ആയിട്ട് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ബനാന കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പഴുത്ത പഴം വേണം ഉപയോഗിക്കുക. എന്നാലാണ് നല്ല ഫ്ലേവറും അതേപോലെ തന്നെ ഈ ബനാന നല്ല നല്ല പഴുത്ത ബനാന ആകുമ്പോഴാണ് കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ 4-5 പഴം, ഏകദേശം 2 കപ്പ് നമുക്ക് മാഷ്ഡ് ബനാന കിട്ടണം. അതിനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താലും ബനാന മാഷ്ഡ് ആയി കിട്ടും കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കരുത്, അപ്പോൾ അത് ഭയങ്കര പേസ്റ്റ് പോലെയാവും. അപ്പോൾ നമുക്ക് ചെറിയൊരു ടെക്സ്ചറും കിട്ടണം ബനാന കേക്കിന്. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ 1/2 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 കപ്പ് പാലിൽ 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മിൽക്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് അതിനെ നമ്മൾ ബട്ടർ മിൽക്ക് ആക്കി എടുക്കുക ഇവിടെ ചെയ്യണേ. ഇനി നമുക്ക് എല്ലാ പൊടികളും, അതായത് മൈദപ്പൊടി, ബേക്കിംഗ് സോഡ, സോൾട്ട്, സിനമൺ പൗഡർ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചിട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്തോളൂ, എന്നാലാണ് നമ്മുടെ കേക്കിന് നല്ല ടെക്സ്ചർ കിട്ടുള്ളൂ. 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുക. എന്നിട്ട് ബട്ടറിൻ്റെ റാപ്പർ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോണ പാൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ലൈറ്റും ഫ്ലഫി ആയി വരണം. നമുക്ക് കണ്ടറിയാം ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് വരണം കാണാം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ആ സമയത്താണ് നമ്മൾ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലത്തുള്ള പഞ്ചസാര തരി കൂടുതലുള്ള പഞ്ചസാരയാണെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബട്ടറിൽ ഷുഗർ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് നമുക്കങ്ങ് വരില്ല. നമുക്ക് ഇനി 4 എഗ്ഗ് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഒരു എഗ്ഗ് ചേർക്കുക, നന്നായി ബീറ്റ് ചെയ്ത് നന്നായി കമ്പൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം അടുത്ത ഇടുക. അങ്ങനെ 4 എഗ്ഗും 1 by 1 ആയിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി 4 എഗ്ഗും നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചേക്കണ മൈദപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/3 ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കുക. അതിന് നന്നായി കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ആ മാഷ്ഡ് ബനാനയുടെ മിക്സ് ഉണ്ടല്ലോ, അതും അങ്ങനെ തന്നെ 1/3 ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്ത് കമ്പൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും മൈദപ്പൊടി, വീണ്ടും ബനാന, അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് അങ്ങ് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി വയ്ക്കാം. ഒരു 9x13 ഇഞ്ചിലുള്ള കേക്ക് പാനിലേക്ക് നമുക്കൊരു 3/4 പോർഷൻ വരെ കേക്കിൻ്റെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ മേലെ കിടക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഭംഗിക്ക് വേണ്ടി മാത്രം കേട്ടോ, അത് ഓപ്ഷണലാണ്. ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇച്ചിരി മൈദപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് കേക്കിന് മേലെയായിട്ട് അങ്ങ് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. വേണം നമ്മൾ ബേക്ക് ചെയ്തിട്ട് കേക്കായിട്ട് ഇതേ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സെൻറ്ററിൽ നോക്കിയിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് വരണം. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് നോക്കി കേക്കിൻ്റെ കണ്ടോ, ഇത് കറക്റ്റ് ആയെങ്കിൽ നോക്കി കേക്കിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ വിടാത്ത സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് വെടിയിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഓൾറെഡി ഇവിടെ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. വിടാത്ത സ്ഥലം ഒന്ന് വെടിയിപ്പിച്ചെടുക്കുക. ഇനി കേക്ക് ഒന്ന് നല്ലോണം ഒന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ഞാൻ 4 സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തേ. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, നല്ല മോയിസ്റ്റും നല്ല ടെക്സ്ചറൊക്കെ ഉള്ള നല്ലൊരു കേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. Thank you for watching.